നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ഷാഹിന ഇ.കെ. രചിച്ച അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കഥയാണ് പാഠഭാഗം. പേര് ചിത്രകാരി. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. യൂണിറ്റിൻ്റെ പേര് അരങ്ങും പൊരുളും. പേജിൽ കാണുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ പല കലാരൂപങ്ങളുടെയും പ്രതീകങ്ങളാണ്. സാമൂഹിക ജീവിതത്തിൻ്റെ സാംസ്കാരികമായ അടയാളപ്പെടുത്തലാണ് ഓരോ കലാരൂപവും. ആഹ്ലാദജനകമായ കല സമൂഹവുമായി എന്നും ചേർന്ന് നിൽക്കും. നിത്യജീവിതത്തിൽ വിനോദത്തിനായി മാറിയിരിക്കുന്ന സംഗീതം, സാഹിത്യം, മറ്റു കലാരൂപങ്ങൾ ഇവയെല്ലാം തന്നെ അറിവും ആനന്ദവും നൽകുന്നു. അതുവഴി ജീവിതത്തെ പ്രകാശപൂർണമാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രവേശകത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക. കല മനുഷ്യൻ്റെ ആത്മപ്രകാശനമാണ്. കലയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? ആനന്ദം തന്നെയാണ്. കലാകാരൻ സൃഷ്ടിയിൽ മുഴുകുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നത് പോലെ അത് ആസ്വദിക്കുന്നവർക്കും ആനന്ദം ലഭിക്കുന്നു. പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ കല മാനസികമായും സാമൂഹികവുമായ അന്ധകാരം നീക്കി വെളിച്ചം വിതറുന്നു. കലാകാരൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം സമൂഹത്തിനും ലോകത്തിനു തന്നെയും പുതുവെളിച്ചം നൽകി സമൂഹത്തെ പ്രകാശപൂരിതമാക്കുന്നു. കലയിലെ ആനന്ദം മനുഷ്യൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നിസ്സഹായതയെയും മറികടക്കാൻ സഹായിക്കുന്നു. പ്രകാശം എന്നാൽ ജ്ഞാനം, അനുഭവം, ആസ്വാദനം എന്നിവയുടെ കൂടി പ്രതീകമാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അതുകൂടി വായിക്കാം. ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശത്തുലയുന്നു. നക്ഷത്രപ്പൂക്കൾ ചുറ്റും പൊഴിയുന്നു. ഇതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രതലമാണ്, ആ ഷീറ്റിനെയാണ് ക്യാൻവാസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്യാൻവാസിൻ്റെ അതിരുകൾ കടന്ന് കാട് വളരുന്നു. കല മാധ്യമത്തെയും മറികടന്ന് വിശാലമാകുന്നതിൻ്റെ സൂചനയാണ് ഇതിലുള്ളത്. നക്ഷത്രങ്ങളെ പൂക്കളായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യവും അതിനെ മറികടന്ന് വളരുന്ന കലയുടെ മഹത്വവും പ്രതീകാത്മകമായി വരച്ചു കാട്ടുകയാണ് ഇവിടെ. കല നൽകുന്ന ആഹ്ലാദാനുഭൂതികൾക്ക് പരിധിയില്ല എന്ന സൂചനയും ഇതിലുണ്ട്. കഥ വായിച്ച് ആസ്വദിക്കുന്നതിന് മുമ്പായി നമുക്ക് കഥാകാരിയെ പരിചയപ്പെടാം. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ ആധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് അധ്യാപിക കൂടിയായ ഷാഹിന ഇ.കെ. അവരുടെ പ്രധാന കൃതികളാണ് ഫാൻറ്റം ബാത്ത്, അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ, പുതുമഴച്ചൂരുള്ള ചുംബനങ്ങൾ. ഈ കഥാസമാഹാരത്തിനാണ് 2015 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത്. പ്രണയത്തിൻ്റെ തീക്കാടിനുമപ്പുറം, നീലത്തീവണ്ടി, ഉണ്ണി എക്സ്പ്രസ്, ഡൽഹിയിൽ മുത്തശ്ശി വീട്ടിലേക്ക്, പ്രവാചകൻ, ഒറ്റഞ്ഞൊടി കവിതകൾ. ഇടശ്ശേരി പുരസ്കാരം കൂടാതെ നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഥ വായിക്കാം. ചിത്രകാരി. ചിത്രകാരി എന്ന കഥ കലാകാരിയായ ഒരു സ്ത്രീയുടെ കലാജീവിതവും അവളുടെ ഭൗതിക ജീവിതവും തമ്മിലുള്ള സംഘർഷാത്മകമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ്. കലാകാരിയുടെ ജീവിതം മധുരം നിറഞ്ഞ നഞ്ചു പോലെയാണ് എന്ന് ലളിതാംബിക അന്തർജനം ഒരിക്കൽ പറയുകയുണ്ടായി. അത് ഈ കഥയുമായി ചേർത്ത് വായിക്കാം. കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്ത്രീകൾക്ക് കഴിയണമെന്നില്ല, പ്രത്യേകിച്ചും കലാകാരികളായ സ്ത്രീകൾക്ക്. ഇത്തരമൊരു ആശയമാണ് കഥയിൽ ഉള്ളത്. നമുക്കിനി കഥ വായിച്ച് ആസ്വദിക്കാം. ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഫിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു.
പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചുകൊണ്ടിരുന്ന ബ്രഷിനോടൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു. വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറിച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. നീ എന്താ വരച്ചു കൂട്ടണേ? അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു. 4-5 വരയും കുറിയും, ഇതൊക്കെ ആർക്കാ പറ്റാത്തെ? അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും. ഇവിടെ ചിത്രകാരിയായ ഒരു വീട്ടമ്മയാണ് ഫിസ. അവളുടെ ഭർത്താവാണ് ഹാഫിസ്. തൻ്റെ ഭാര്യയുടെ കഴിവിനെ ഒരിക്കലും അംഗീകരിക്കാൻ മനസ്സു കാണിക്കാത്ത ഭർത്താവായാണ് കഥയുടെ തുടക്കത്തിൽ തന്നെ കഥാകാരി ഭർത്താവിനെ കാണിച്ചിരിക്കുന്നത്. 4-5 വരയും കുറിയും എന്നാണ് പറയുന്നത്. അവളുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ അത്തരത്തിലൊരു പുച്ഛഭാവത്തിലാണ് അയാൾ കാണുന്നത്. പുറകിൽ നിന്നുകൊണ്ട് അയാൾ തൻ്റെ ചിത്രം തുറിച്ചു നോക്കുകയാണെന്നും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ട് പോലും അയാൾ അതിന് മുതിരുന്നു. അവളുടെ ഉള്ളിലുള്ള കലാകാരിയുടെ ആ ഉണർവിനെ ഒടിച്ചു കളയാൻ തന്നെയാണ് അയാളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇഷ്ടമില്ല എന്നറിഞ്ഞിട്ടും അയാൾ അപ്രകാരം ചെയ്യുന്നത്. അതൊക്കെ പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ്. കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്നു ചില ജാടകൾ. ഹാഫിസ് ഓർത്തു. എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴുമാവും അവളുടെ പെട്ടെന്നുള്ള എണീറ്റുപോക്ക്, അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ. എന്നിട്ട് ഒരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും. പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ്. കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല. അവൾ കാണിച്ചിട്ടുമില്ല. അയാൾ ഓർക്കുന്നത് കല്യാണത്തിന് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. കല്യാണം കഴിഞ്ഞ തുടക്കത്തിലാണ് അവൾക്ക് ഇത്തരത്തിലുള്ള ജാട എന്ന് വെച്ചാൽ അഹങ്കാരം ഉണ്ടായിരുന്നത്. ഇതൊക്കെ അവളുടെ അഹങ്കാരമായിട്ടാണ് അയാൾ കാണുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിലായിരിക്കും അവൾ എണീറ്റ് പോയി ചിലപ്പോൾ നോട്ട്ബുക്ക് എടുത്ത് വല്ലതും കുറിക്കുകയോ വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു ജാടയായിട്ടാണ് അയാൾക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവൾ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ വരയിലൂടെയോ വാക്കുകളിലൂടെയോ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ അത്തരത്തിൽ കുടുംബക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ പോലും അവളുടെ ഉള്ളിലുള്ള മനസ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സർഗാത്മകതയിലേക്കാണ്. അതിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ സ്വതന്ത്രയാകുന്നത്, അവൾ സന്തുഷ്ടയാകുന്നത് എന്ന് തിരിച്ചറിയാൻ ഭർത്താവിന് കഴിയുന്നില്ല. ഒരിക്കലും അയാൾ എന്താണ്, അവൾ വരയ്ക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ എഴുതുന്നത് എന്താണെന്നോ ഒരിക്കലും അയാൾ ചോദിച്ചിട്ടില്ല, അവളൊട്ട് പറഞ്ഞിട്ടുമില്ല. കൂട്ടത്തിൽ കൂടാൻ എന്താടാ ഓൾക്കൊരിത്? ഒരിക്കൽ ഉമ്മ ചോദിച്ചു. ഓൾ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആൾ കൂടുമ്പോൾ ഓളുടെ വരയും കുറിയും. ആയിടെ ഒരിക്കൽ ഉമ്മയതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു. അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസേ. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു. ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. അതുപോരാ. ഉമ്മ അവൾക്ക് മുൻപിൽ വന്നു നിന്നു. അനക്ക് കലത്തപ്പം ചുടാനറിയോ? ഇല്ല. ചുക്കപ്പം ചുടോയ്യ്? ഇല്ല. ബിരിയാണി വയ്ക്കോ? അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിൻ്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു. അടുപ്പത്തെ പണി ഒരു കടലാഫീസേ. അതങ്ങട് തീർന്നൂന്ന് പറയാൻ പറ്റിയ അങ്ങനെ? അൻ്റെ പെയിൻ്റടി പോലെ അല്ല അത്. എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. കുടുംബത്തെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വല്ലതും വച്ചുണ്ടാക്കുക, കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക, അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി. അല്ലെങ്കിൽ നാളെ മുതൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കാം, ആരും ഒന്നും തിന്നും കുടിക്കുകയും വേണ്ട. കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടമെറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ 2 കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു. ഫിസയുടെ കലാലോകത്തെക്കുറിച്ച് അവളുടെ ഭർത്താവിന് മാത്രമല്ല
ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പരമ പുച്ഛമാണ് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭർത്താവിൻ്റെ അമ്മ പറയുന്നത് അടുക്കളപ്പണി പഠിക്കാണ്ട് പറ്റൂല, ഇവിടെ നിനക്ക് ജീവിക്കണമെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ എന്നൊരു താക്കീതാണ്. അതിന് വിനയത്തോടെ അവൾ മറുപടി പറയുന്നുണ്ട്, എല്ലാ പണിയും തീർത്തിട്ടാണ് ഉമ്മ താൻ ഈ ചിത്രം വരയ്ക്കാൻ ഇരിക്കുന്നത് എന്ന്. പക്ഷെ ഉമ്മ പറയുന്നത് അതല്ല, അന്നന്നാളുള്ള അടുക്കളപ്പണി തീർത്താൽ മാത്രം പോരാ, ഒരു കുടുംബത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കി നടക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമ കുടുംബിനിയുടെ കർത്തവ്യമെന്നത്. അങ്ങനെയുള്ളവരാണ് ഉത്തമ കുടുംബിനികൾ. അതല്ലാതെ പെയിൻ്റടി പോലെ അല്ല അത് എന്നൊരു പുച്ഛഭാവവും ഭർത്താവിൻ്റെ അമ്മയ്ക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ ആണുങ്ങൾക്ക് വായ്ക്ക് രുചിയായി വെച്ചുണ്ടാക്കി കൊടുക്കുക, കുട്ടികളുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ത്രീയുടെ ലക്ഷണം. തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിലേക്കാണ് ഫിസയെ പോലെയുള്ള ഒരു കലാകാരി വന്നിരിക്കുന്നത്. അവൾ തൻ്റെ കലാലോകവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കുടുംബ വ്യവസ്ഥിതികളോട് കുറേയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേയെങ്കിലും അവൾ ഒത്തൊരുമിച്ച് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത്. ഉമ്മ വീണ്ടും പറയുന്നുണ്ട്, ഒരു പുച്ഛഭാവത്തിൽ പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഇങ്ങനെ വരയും കുറിയുമായിട്ട് നമ്മളെല്ലാം ഇതുപോലെ ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആരും തിന്നവും കുടിക്കുകയൊന്നും വേണ്ടല്ലോ എന്ന്. ഇത്തരത്തിൽ ഭർത്താവിൻ്റെ ഉമ്മ ഭർത്താവ് കേൾക്കെ തന്നെ ഫിസയെ പുച്ഛിക്കുകയും അവളുടെ കലാലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കലാജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവഗണന കാണിക്കുകയും ചെയ്തപ്പോൾ അവളുടെ കണ്ണുകൾ ഇറനണിഞ്ഞു എന്നാണ്. ആ കണ്ണുകൾ അയാളുടെ നേരേക്ക് നീണ്ടു ചെന്നപ്പോൾ അയാൾ അത് തീർത്തും അവഗണിച്ചു. ഭർത്താവിൽ നിന്ന് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടമെങ്കിലും അവൾ പ്രതീക്ഷിച്ചിരിക്കണം. അത്രയും മാത്രം മതിയായിരുന്നു അവൾക്ക് ഒരു താങ്ങിന്, അല്ലെങ്കിൽ അവളുടെ കലാലോകത്തെ അവളുടെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്താൻ അവൾക്ക് അത്രയും മതിയായിരുന്നു. പക്ഷേ അയാളത് തീർത്തും അവഗണിച്ച് നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു. പിന്നെ കണ്ടിരുന്നതേയില്ല കുറേ കാലം. പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും, മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും. എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കുമെന്ന ഹാഫിസിൻ്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച് 10 മണിക്ക് എനിക്ക് ഒരിടത്ത് പോവാണ്ട്. ഹാഫിസ് ഒന്ന് മുരടാനക്കി. ഫിസ ഒന്നും പറഞ്ഞില്ല. അസഹ്യതയോടെ പിന്നെ അതും ഇതും തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാൽ നടന്ന് ജനലൊന്ന് തുറന്നടച്ച് അലമാരിയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളികണ്ണിട്ടു. പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും. പച്ചയുടെയും മഞ്ഞയുടെയും കുറേയേറെ വരകൾ. അയാൾക്ക് ഒന്നും പിടികിട്ടിയതേയില്ല. ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ. അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല. അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു. പലതരത്തിലുള്ളവ, വലുപ്പങ്ങളിലുള്ളവ, നിറങ്ങളിലുള്ളവ. തറവാട് വീടിൻ്റെ കോലായ ചുമരിലും ഇരിപ്പുമുറിയിലും കൂടി കണ്ടിരുന്നു ചിലതൊക്കെ. പിന്നീട് കുറേ കാലത്തേക്ക് അവൾ വരച്ചതേയില്ല. അവളുടെ ബ്രഷുകളും ചായങ്ങളും ഒക്കെ അനാഥമായി കിടന്നു. അപ്പോൾ അയാൾ കരുതിയത് വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കുമെന്നാണ്. ഇവിടെ അയാളുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹമാണ്. വരയ്ക്കാതെ ഇരുന്നാൽ, ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് പോലും ആ ശീലം തുടരാതിരുന്നാൽ അത് മൺമറഞ്ഞു പോകുമെന്നൊരു വിശ്വാസമാണ് അയാൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഫിസയുടെ ഉള്ളിലുള്ളത് സർഗാത്മകതയുടെ തീക്കനലാണ്. അത് ചാരം മൂടിക്കിടന്നേക്കാം, പക്ഷേ ഒരിക്കലും കെട്ടണയില്ല, അത് കെട്ടുപോവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീണ്ടും അവൾ വരയ്ക്കാൻ തുടങ്ങി. അതായത് ഭർത്താവിൻ്റെ ആ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ചുകൊണ്ട് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച് വീണ്ടും അവൾ വരയ്ക്കാൻ തുടങ്ങി. അത് അയാളിൽ അസ്വസ്ഥതയുണ്ടാക്കി. താൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുടുംബജീവിതത്തിന് തൻ്റെ ഭാര്യയുടെ ഈ കലാജീവിതം തടസ്സമാകുമോ എന്നൊരു ഭയമാണ് അയാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ ആ
ചിത്രരചനയിലുള്ള കഴിവിനെ ഒരിക്കലും അയാൾ അംഗീകരിക്കുന്നില്ല. പലതരത്തിൽ അവളെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. അസഹ്യതയോടെ അതും ഇതും തിരയുന്നത് പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജനലുകൾ അടച്ചു തുറന്ന് ഇങ്ങനെ പലതരത്തിൽ അവളുടെ ആ സർഗാത്മകതയുടെ ഒഴുക്കിനെ തടയിടാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. തനിക്കൊരിടത്ത് പോവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിസ അയാളെ ശ്രദ്ധിച്ചതേയില്ല. അവൾ തൻ്റെ വരയിൽ, ആ ചിത്രരചനയിൽ മുഴുകിയിരുന്നു. പിന്നീട് അയാൾ ഓർക്കുന്നത് അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നല്ലോ എന്നതിനെക്കുറിച്ചാണ്. തറവാടിൻ്റെ കോലായ ചുമരിലും ഇരിപ്പുമുറിയിലുമൊക്കെ ഇതുപോലെ ധാരാളം ചിത്രങ്ങൾ അയാൾ കണ്ടിട്ടുണ്ട്. ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും. അവളുടെ ഉപ്പ പറഞ്ഞു. കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവൾ പറയേ വര നിർത്തൂലാന്ന്. അതിനിപ്പോൾ എന്താ, ഓള് വരച്ചോട്ടെ, ഓളെ കൈകൊണ്ടല്ലേ. ഹാഫിസിൻ്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു. നമുക്കെന്താ അതിന് പണി, ഓള് വരച്ച. ഫിസ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങു നേരത്ത് ഹാഫിസ് ചോദിച്ചു. ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ് അയാൾക്ക് മുൻപിലേക്ക് നീക്കിവെച്ച് അവൾ പറഞ്ഞു. നോക്കൂ, മൂടൽ മഞ്ഞ് പടർന്ന പ്രകൃതി, ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവെയിലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ്, മൂടൽ മഞ്ഞ്. അവൾ പറഞ്ഞു. അതാണ് ഫിസ. പെണ്ണ് കാണാൻ ചെന്നപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞതാണ് അവൾ നന്നായി വരയ്ക്കും, കുറച്ച് എഴുതുകയും വായനയും ഒക്കെയുള്ള കൂട്ടത്തിലാണ്. കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അവൾ പറഞ്ഞത് ഒന്ന് മാത്രമാണ്, വര നിർത്തൂലാന്ന്. തൻ്റെ ചിത്രരചന താൻ തുടർന്നു കൊണ്ടുപോകും എന്നൊരാഗ്രഹം മാത്രമാണ് അവൾ പറഞ്ഞത്. അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം അവൾ കാണിച്ചു എന്നുള്ളതും ഓർക്കേണ്ടതാണ്. പക്ഷേ അവളുടെ ഭർത്താവിൻ്റെ അച്ഛൻ അന്ന് അലക്ഷ്യമായിട്ട് പറഞ്ഞത് എന്താണ്? അതിനിപ്പോൾ എന്താ, ഓള് വരച്ചോട്ടെ, അവൾ വരച്ചോട്ടെ, അവളുടെ കൈകൊണ്ടല്ലേ വരയ്ക്കുന്നത്, നമുക്കെന്താ അതിൽ പണി, ഓള് വരച്ചാൽ എന്നൊക്കെയാണ് ഭർത്താവിൻ്റെ അച്ഛൻ അതിനെ അലക്ഷ്യമായിട്ട് പറഞ്ഞത്. ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങു നേരത്ത് പെണ്ണു കാണാൻ ചെന്ന സമയത്ത് ഫിസയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് മൂടൽ മഞ്ഞ് എന്നാണ്. ഫിസ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇളങ്കാറ്റ്, സുഗന്ധം, പരിശുദ്ധം എന്നൊക്കെ ആയിരുന്നിട്ട് കൂടി മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് മൂടൽ മഞ്ഞു നിറഞ്ഞ പ്രകൃതിയുടെ മങ്ങിയ പച്ചകളും മഞ്ഞകളും ചുവപ്പും നിറഞ്ഞ ഒരു മനോഹരമായ ചിത്രം അയാൾക്ക് മുന്നിൽ നീക്കി വയ്ക്കുന്നുണ്ട് അവൾ. അവളുടെ പേരിന് അവൾ കണ്ടെത്തുന്ന അർത്ഥമാണത്. മൂടൽ മഞ്ഞ് ഒരേ സമയം നിഗൂഢവും സുന്ദരവുമാണ്. മൂടൽ മഞ്ഞിലെ കാഴ്ചകൾ കാണാൻ അല്ലെങ്കിൽ അറിയാൻ അതിൻ്റെ അകത്തേക്ക്, അതിൻ്റെ ലോകത്തിലേക്ക് കടന്നു ചെല്ലണം. ഇവിടെ ഫിസയുടെ യഥാർത്ഥ ലോകം എന്താണെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതായത് തൻ്റെ ഭാര്യയുടെ ഉള്ളിലുള്ള ആ കലാകാരിയെ കണ്ടെത്താൻ ഒരു മൂടൽമഞ്ഞിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുന്നത് പോലെ ഭാര്യയുടെ കലാജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ ഇവിടെ ഭർത്താവിന് കഴിയുന്നില്ല. അയാൾക്കാകപ്പാടെ വിസ്മയം തോന്നി, ഒരിത്തിരി അപകർഷവും. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല. വെറുതെ കലപില പാഞ്ഞു പോകുന്ന പെൺകൂട്ടങ്ങൾ, അവരുടെ ഉടുപ്പുകൾ, വളകിലുക്കങ്ങൾ, ഒളിനോട്ടങ്ങൾ, ഫാഷനെയും സിനിമകളെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ, ആൺകുട്ടികളെക്കുറിച്ച്, ഇതിലപ്പുറം മൂടൽമഞ്ഞ്, റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില കയറ്റിറക്കങ്ങൾ, നല്ല ഭക്ഷണം, ചിരിക്കാൻ വകതരുന്ന സിനിമ, അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. പക്ഷേ ചിത്രങ്ങളും കവിതകളും. ഇവിടെ ഹാഫിസ് എന്ന് പറയുന്ന കഥാപാത്രം വളരെ പ്രായോഗികമായി ജീവിക്കുന്ന യാഥാസ്ഥിതികമായ ജീവിതത്തെ അല്ലെങ്കിൽ പെൺജീവിതത്തെ നോക്കിക്കാണുന്ന അയാളുടെ ലോകം പണം, നല്ല ഭക്ഷണം, പൊള്ളയായ വിനോദങ്ങൾ, ഇതൊക്കെ നിറഞ്ഞ ഇടുങ്ങിയ ഒരു ഇടമാണ്. ഇതുപോലെയുള്ള കലാകാരിയായ ഒരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിട്ടില്ല. സാധാരണ പെൺകുട്ടിയെ പോലെയല്ല അവൾ, ഒരു കലാകാരിയാണ് എന്ന് തിരിച്ചറിയാൻ അയാൾക്ക് ആവുന്നുമില്ല. അയാൾക്ക് വേണ്ടത്
തൻ്റെ സന്തോഷകരമായ ജീവിതത്തിനോടൊപ്പം നിന്നു പോകുന്ന ഒരു ഭാര്യയാണ്. കുട്ടികളെ നോക്കുക, അയാളുടെ ഉമ്മ പറഞ്ഞ പോലെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ജീവിതം മാത്രമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതിനുമപ്പുറം ഭാര്യയുടെ അതിവിശാലമായ അല്ലെങ്കിൽ അനുഗ്രഹീതമായ ആ കലാലോകത്തെ അയാൾ തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂർ വെച്ച് ഇൻ്റർസോണിന്, സുഹൃത്ത് പറഞ്ഞു. നന്നായി വരയ്ക്കുമായിരുന്നു. അവൾക്കു തന്നെയായിരുന്നു അന്ന് 1ാം സ്ഥാനം. ആ വർഷം ചിത്രപ്രതിഭയുമായി. ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുസൃതിയോടെ ഹാഫിസിൻ്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹാഫിസിൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട്, അയാളാണ് പറയുന്നത് വലിയൊരു കലാകാരിയാണ് അയാളുടെ ഭാര്യ എന്ന്. ഇൻ്റർസോണിന് ചിത്രപ്രതിഭയായതും ഒരുപാട് പേർ അവളുടെ ആ കഴിവിനെ പുകഴ്ത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സുഹൃത്ത്. പക്ഷെ ആ സമയത്തൊക്കെ അയാൾക്ക് ഒരു അപകർഷതാബോധമാണുള്ളത്. തന്നേക്കാൾ ഒരുപടി മുന്നിലാണോ തൻ്റെ ഭാര്യ, ആ കഴിവുകൾ അവളെ മുന്നിലേക്ക്, തന്നേക്കാൾ ഒരു പടി ഉയരത്തിലേക്ക് കൊണ്ടുപോകുകയാണോ എന്നൊരു ചിന്ത അയാൾക്കുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ അത്തരം ചിന്തകൾ സ്വാഭാവികവുമാണ്. അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ? ഇവനിതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫിസ് പറഞ്ഞു. ഇല്ല, ദൈവം തൊട്ട കൈവിരലുകൾ. അഭിപ്രായം എൻ്റേതല്ല ഹാഫി. അന്ന് ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അത്യാവശ്യം വാക്കുണ്ടെന്നും തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ. പക്ഷേ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, എപ്പോഴും എക്സ്ട്രീംലി സൈലൻ്റ്. എന്നിട്ടോ ദൈവമേ, ആ കലാകാരിയാണ് ഈ കച്ചവടക്കാരൻ്റെ മൂക്കുകയറിൽ. കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്ത് ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന് പെരുവിരൽ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി. അത് മൂർധാവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ. ഇവിടെ സുഹൃത്ത് തൻ്റെ ഭാര്യയുടെ ആ കൈകളെക്കുറിച്ച്, കൈവിരലുകളെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തൊട്ട കൈവിരലുകൾ എന്നാണ്. അന്ന് ആ മത്സരത്തിന് എത്തിയ ഏറ്റവും പ്രശസ്തനായ ആർട്ടിസ്റ്റ് മാധവൻ സാറാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ തന്നെ തൻ്റെ ഭാര്യയുടെ ചിത്രരചനയിലുള്ള കഴിവ് എത്രമാത്രമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാകേണ്ടതാണ്. പക്ഷേ ഇത് അയാൾക്ക് അസഹിഷ്ണുതയാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു ആൾ വഴി തൻ്റെ ഭാര്യയുടെ കഴിവ് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും കുറച്ചിലാണ്. ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും തൻ്റെ ഭാര്യ ഇത്തരത്തിൽ വലിയൊരു കലാകാരിയാണെന്ന് തിരിച്ചറിഞ്ഞതോ ഇല്ല. എന്നു മാത്രമല്ല, അയാൾക്കിതൊക്കെ പറയുമ്പോൾ ഒരു പുകച്ചിലാണ് ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പുരുഷൻ്റെ മേധാവിത്വമുള്ള ഒരു കുടുംബ വ്യവസ്ഥയിൽ ഭാര്യ തന്നേക്കാൾ ഒരിക്കലും മുന്നിലാകരുത്, ഒരു പടി താഴെ നിൽക്കുന്നവളായിരിക്കണം എന്ന ചിന്ത അയാൾക്ക് എപ്പോഴും മനസ്സിലുണ്ട്. മാത്രവുമല്ല, അയാളുടെ ലോകം വളരെ ഇടുങ്ങിയതുമാണ്. ക്യാൻവാസിന് പുറത്തേക്ക് പോകുന്ന ചിന്തകൾക്ക് അതീതമായ മോചനത്തിനുള്ള ഒരു വഴിയാണ് ഫിസയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ചിത്രരചന എങ്കിൽ, അതിന് നേർവിപരീതമായി ഭർത്താവിൻ്റെ ലോകം വളരെ ഇടുങ്ങിയതാണ്, ചുരുങ്ങിയതാണ്, സങ്കുചിതമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ. മഞ്ഞ പച്ചകളുടെ മാത്രം കാട്, ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി. കാടങ്ങനെ പടർന്ന് മോൻ എവിടെ? അവൻ ഉണരാൻ നേരമായില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു. ചോദ്യത്തിൻ്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞെന്ന പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല. ബ്രഷിൻ്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗൂതം നോക്കി തുടർന്നു. സാഗൂതം കൗതുകത്തോടെ. അവളുടെ വര അങ്ങനെ കാട് കയറുന്നത് കണ്ട് ഒട്ടും സഹിക്കാതെ മോൻ എവിടെയാണ് എന്നയാൾ ചോദിക്കുന്നു. അവൻ ഉറങ്ങുകയാണെന്നും ഉണരാൻ നേരമായിട്ടില്ല എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ചോദ്യം മനസ്സിലാക്കിയ ഫിസ അതിന് മറുപടി പറഞ്ഞില്ല. ബ്രഷിൻ്റെ ഗതിവേഗങ്ങളിൽ, വരകളുടെ ആ പോക്കിൽ മാത്രം ശ്രദ്ധിച്ച് അവൾ തൻ്റെ ചിത്രരചന തുടർന്നു. ഇവിടെ ഫിസ തൻ്റെ ഭർത്താവിനോട് ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അത് മൗനത്തിലൂടെയാണെന്ന് മാത്രം.
നേരത്തെ അയാളുടെ സുഹൃത്ത് പറഞ്ഞ എക്സ്ട്രീംലി സൈലൻറ്റ്. ചിലവർക്ക് പ്രതികരണം അങ്ങനെയാണ്. നിശബ്ദത കൊണ്ട് അവർ പലപ്പോഴും മറ്റുള്ളവരെ തോൽപ്പിക്കും. ഇവിടെ ഫിസയും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഭർത്താവിനോട് പ്രതികരിക്കുന്നത് അവളുടെ നിശബ്ദത കൊണ്ടാണ്. ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി. നീണ്ടു നേർത്ത കൈവിരലുകൾ, ദൈവം തൊട്ടവ. പൊടുന്നനെ ഒരസ്വാസ്ഥ്യം എന്തിനെന്നില്ലാതെ അയാളെ മൂടാൻ തുടങ്ങി. അസഹ്യതയോടെ വരാന്തയിലേക്കിറങ്ങി അന്നത്തെ പത്രമെടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു. എന്തിനെന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന, അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര. ഇടയ്ക്കൊരിക്കൽ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി. ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കും, അവർ പറഞ്ഞു. ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു. ഒരു താക്കീത് പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനമെന്നോണം അവളോട് പറഞ്ഞു, ഒരു പണ്ടാരവും വേണ്ട. അവൾ പ്രതികരിച്ചില്ല. ഫിസയുടെ ദൈവം തൊട്ട കൈവിരലുകളിലേക്ക് അയാൾ നോക്കി. അത് അയാളിൽ ആസ്വാസ്ഥ്യമാണ് ജനിപ്പിച്ചത്. അസഹ്യതയോടെ അയാൾ പത്രം വായിക്കാനായി വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോഴും അയാൾ ചിന്തിച്ചത് മുഴുവൻ അവളുടെ വരയെക്കുറിച്ചായിരുന്നു, ആ ക്യാൻവാസിനെ കുറിച്ചാണ്. അയാൾ വീണ്ടും ഓർക്കുന്നു, ഇത്രയും വലിയ കലാകാരിയായ തൻ്റെ ഭാര്യയെ തേടി ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ വീട്ടിൽ വന്നതും ഒരു എക്സിബിഷൻ, അതായത് ചിത്രങ്ങളുടേതായ ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നു തന്നേക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അയാൾ ഓർക്കുന്നു. ആ സമയത്ത് അവൾ നല്ല ഉത്സാഹത്തിലായിരുന്നു. എന്നത്തെയും പോലെ അവളുടെ ആ ഉത്സാഹത്തെ ആരും കണ്ടില്ല. അവളുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഒരു താക്കീതെന്ന പോലെ അയാളെ നോക്കി. ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞത് ഒരു പണ്ടാരവും വേണ്ട എന്നുള്ളതാണ്. അവളുടെ ഉള്ളിലുള്ള ആ സർഗാത്മകതയെ, മോചനത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ വഴിയെ ഒരു പണ്ടാരവും വേണ്ട എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അതിന് തടയിടുകയാണ് ചെയ്തത്. പക്ഷേ അവൾ എന്നത്തെയും പോലെ പ്രതികരിച്ചു നിശബ്ദത കൊണ്ട്. ഇവിടെ കഥാകാരി അവൾ പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും പ്രതികരണം നിശബ്ദത കൊണ്ടാണ്. അത് വളരെ ശക്തവുമാണ്. ഇപ്പോഴും എന്ന പോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് പോയിക്കളഞ്ഞു. ഒരു വാക്ക് പോലും അവൾ അതിനെതിരെ പ്രതികരിക്കുകയോ തൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായി സംസാരിക്കുക പോലുമോ ചെയ്തില്ല. ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കുന്നത്. ഹാഫിസ് മനസ്സിൽ പറഞ്ഞു. ചിത്രം വരയ്ക്കുന്നവർ മിണ്ടാറില്ലേ? മിണ്ടിയ വര തെറ്റുമോ? അയാൾ അവളോട് ചോദിച്ചു. ഇതിന് അഹങ്കാരം എന്നാ പറയുക, വലിയ ആളുകളി. അപ്പോൾ ഇങ്ങനെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഭർത്താവിനെ അവൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളോട് അവൾ പ്രതികരിക്കുന്നത് നിശബ്ദത കൊണ്ടാണ്. ആ നിശബ്ദത അയാൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുമില്ല. അതിനെ അയാൾ വ്യാഖ്യാനിച്ചത് മറ്റൊരു തരത്തിലാണ്. ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്ന ആ സ്വഭാവം അവളുടെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. വലിയ ആളുകളി, നീ വലിയ ആളാണ് എന്നുള്ള അഹങ്കാരമാണത് എന്ന കണ്ടെത്തലാണ് അയാൾക്കുള്ളത്. ഒരു ചായ വേണം നിക്ക്, ഒരു ചായ, അയാൾ നിയന്ത്രണമറ്റൊരൊച്ചയിൽ വീണ്ടും പറഞ്ഞു. പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തട്ടിന് തെറിപ്പിച്ചു കളഞ്ഞു. കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ് ചില നിറങ്ങൾ പടർന്നു, ഒരു ചേർച്ചയുമില്ലാത്തവ. നിയന്ത്രണം നഷ്ടപ്പെട്ട് അയാൾ ഉച്ചത്തിൽ ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അതോടൊപ്പം അവളുടെ കയ്യിലെ ബ്രഷ് തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ആ കാടിൻ്റെ പച്ചയിൽ അങ്ങിങ്ങ് ചില ചേർച്ചയില്ലാത്ത നിറങ്ങൾ പടർന്നു. അവരുടെ ദാമ്പത്യ ജീവിതം പോലെ തന്നെ ചേർച്ചയില്ലാത്തവ. നിർനിമേഷയായി കുറച്ചിട അത് നോക്കി നിന്ന അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി. ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി. അവൾക്കു പിറകെ കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച് അടച്ചുവച്ച പാത്രങ്ങൾ തുറന്നു. മേശപ്പുറത്ത് അയാൾക്കേറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെ ഒരുക്കി ചൂടാറാതെ അടച്ചു വെച്ചിരുന്നു. ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കയ്യിലെ മഞ്ഞച്ചായം ഇളകിക്കൊണ്ടിരുന്നു. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടുനോക്കി. ദൈവം തൊട്ട കൈവിരലിൽ
അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. അല്പനേരം ആ ചേർച്ചയില്ലാത്ത ചിത്രങ്ങളിലേക്ക് നോക്കി നിന്ന് അവൾ പതുക്കെ മുറിവിട്ടിറങ്ങി ഡൈനിങ് ടേബിളിനരികിലേക്ക് ചെന്നു. മറ്റൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു വഴക്കിന് അയാൾ പിറകിൽ കിതച്ചെത്തിയെങ്കിലും അവിടെയും അവൾ അയാളെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അയാൾക്കിഷ്ടമുള്ള പത്തിരിയും തേങ്ങാപ്പാലുമൊക്കെ നേരത്തെ തന്നെ അവൾ ഒരുക്കി ചൂടാറാതെ അടച്ചു വെച്ചിരുന്നു. ഫ്ലാസ്കിൽ നിന്ന് അവൾ ചായ പകർന്നു കൊടുത്തു. ഇവിടെ തൻ്റെ കുടുംബജീവിതവും കലാജീവിതത്തോടൊപ്പം കൊണ്ടുപോകണമെന്നൊരാഗ്രഹം അവൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം പാകം ചെയ്ത് അയാളോടൊപ്പം സമരസപ്പെട്ടു പോകാൻ തന്നെയാണ് അവളുടെ ആഗ്രഹം. പക്ഷേ അവളുടെ മനസ്സറിയാത്ത ഒരു ഭർത്താവാണ് ഇതിലെ കഥാപാത്രം. കലാകാരിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ചുറ്റും കലയുടെ മറ്റൊരു ലോകം കൂടിയുണ്ട്. അതവളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, മോക്ഷത്തിൻ്റെ ഒക്കെ വാതിലാണ് തുറക്കപ്പെടുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഈ കഥയിലെ യാഥാസ്ഥിതിക ഭർത്താവും മറ്റ് കുടുംബാംഗങ്ങളും യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. നിശ്ചിതമായ ഒരു അകത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീ ചെയ്യേണ്ട റോൾ എന്താണോ അതിൽ നിന്ന് അവൾ തെന്നിപ്പോയാലോ എന്ന ഭയപ്പാടാണ് അവർക്കുള്ളത്. എത്ര ശ്രമിച്ചാലും നിലവിലുള്ള വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ലോകത്തെ അല്ലെങ്കിൽ ആ കലയുടെ ലോകത്തെ പ്രകാശിപ്പിക്കാൻ സാധ്യമാകില്ല എന്ന തിരിച്ചറിവിൽ എത്തുന്നുണ്ട് കഥയുടെ അവസാനത്തിൽ ഫിസ. സർഗാത്മകതയെയും സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന സാമൂഹിക വിലക്കുകളെ മറികടന്ന് മുന്നോട്ട് വന്ന എത്രയോ സ്ത്രീകൾ ഇന്ന് പൊതുസമൂഹത്തിൽ നമുക്ക് കാണാനാകും. ഇത്തരം സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെ സർഗാത്മകമായ ആവിഷ്കാരമാണ് ഷാഹിന രചിച്ച ചിത്രകാരി എന്ന കഥ. ഏവരും കഥ ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.